ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പ് ധ്യാനത്തിലൂടെ കനാൻ പ്രവേശനത്തിനായിട്ട് ഒരുങ്ങുന്ന ഈ പ്രത്യേക സമയത്ത് ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ, ധ്യാനിക്കുന്ന ഓരോ വാക്യങ്ങളിലും ഈ അധ്യായത്തിലൂടെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ ഭവനങ്ങൾക്കും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരു വലിയ ചലനം ഉണ്ടാകുവാൻ സാധിക്കും. മോശയും അധ്യായം 15 വാക്യം 1. മോശയും ഇസ്രായേൽ മക്കൾ വന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും, അവൻ മഹോന്നതൻ, കുതിരയെ അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന അവൻ്റെ നാമം. ഫറവോൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു. അവൻ്റെ രതി പ്രവചനന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ആഴി അവരെ മൂടി, അവർ കല്ലുപോലെ ആഴത്തിൽ താണു. യഹോവയെ നിൻ്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവയെ നിൻ്റെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. നീ എതിരാളികളെ മഹാപ്രഭാവത്താൽ സംഹരിക്കുന്നു. നീ നിൻ്റെ ക്രോധം വഹിക്കുന്നു, അത് അവരെ തള്ളിയ പോലെ ദഹിപ്പിക്കുന്നു. നിൻ്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു. ആഴങ്ങൾ കടലിനുള്ളിൽ ഉറച്ചുപോയി. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. നിൻ്റെ കാറ്റിനെ നീ ഊതിച്ചു, കടൽ അവരെ മൂടിയവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ. നീ വലങ്കൈ നീട്ടി, ഭൂമി അവരെ വിഴുങ്ങി. നീ വീണ്ടെടുത്ത ജനത്തെ ദയാൽ നടത്തി. നിൻ്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിൻ്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു. ജാതികൾ കേട്ട് നടുങ്ങുന്നു, ഫിലിസ്ത്യ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു. ഏദോമ്യ പ്രഭുക്കന്മാർ ഭ്രമിച്ചു, മോവാബിയ ഉമ്പന്മാർ കമ്പം പിടിച്ചു. കനാന്യ നിവാസികളും ഉരുകിപ്പോകുന്നു, ഭയവും ഭീതി അവരുടെ മേൽ വീണു. നിൻ ഭുജമഹാത്മ്യത്താൽ അവർ കല്ലുപോലെയായി. അങ്ങനെ യഹോവേ, നിൻ്റെ ജനം കടന്നു, നീ സമ്പാദിച്ച ജനം കടന്നുപോയി. നീ അവരെ കൊണ്ടിരുന്ന തിരുനിവാസത്തിന് ഒരുക്കിയ സ്ഥാനത്ത് യഹോവേ, നിന്റെ അവകാശ പർവ്വതത്തിൽ നീ അവരെ നട്ടു. കർത്താവെ, തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ തന്നെ യഹോവ എന്നേക്ക് രാജാവായി വാഴും. എന്നാൽ ഫറവോൻ്റെ കുതിര അവൻ്റെ രഥവും കുതിരപ്പടയുമായി കടലിന് നടുവിൽ ഇറങ്ങിച്ചെന്നപ്പോൾ യഹോവ കടലിലെ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി. ഇസ്രായേൽ മക്കളോ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോന്നു. അഹരോൻ്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. മിരിയാം അവളോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവീൻ, അവൻ മഹോന്നതൻ, കുതിരയും അതിന്മേലിരുന്നവനെയും അവൻ കടലിന്മേൽ തള്ളിയിട്ടിരിക്കുന്നു. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞു. മോശയുടെ നേരെ പിറുപിറുത്തു. അവർ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ള ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയർക്ക് വരുത്തിയ വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ അവൻ എലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളെ വഴി നടത്തുമ്പോൾ അത്ഭുതങ്ങളെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അനുഭവം കാണാം. സ്തോത്രമൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പുറത്ത് വന്നപ്പോൾ വെള്ളം വന്നപ്പോൾ കയ്പായപ്പോഴേക്കും അവർ കുറ്റം പറയാൻ തുടങ്ങി. സ്തോത്രമൊക്കെ ഉണ്ട് നമുക്ക്, പക്ഷേ ചില കാര്യങ്ങളിൽ കുറ്റം പറയാൻ തുടങ്ങി. അവിടെ ആ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നതിന് ഒരു വൃക്ഷത്തിൻ്റെ ഇലയിട്ടപ്പോൾ അവിടെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. മിസ്രൈമിൽ ആ സ്ഥലമുണ്ട്. തോടൊഴുകുന്ന ആ വെള്ളം കോരി കുടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഭയങ്കര ടേസ്റ്റാണ് വെള്ളത്തിന്. ആ വെള്ളം കോരി കുടിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവം സൗഖ്യമാക്കുന്ന യഹോവയായി മഹാവ്യാധിയിൽ നിന്നും എല്ലാം സൗഖ്യമാക്കുന്ന യഹോവയാണ്. എല്ലാ വ്യാധികളിൽ നിന്നും വിടുവിക്കുന്നതാണ്. അതുകൊണ്ട് പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കനാലിൽ പ്രവേശിക്കുവാനുള്ള ഈ ആത്മീയ തീർത്ഥാടന യാത്രയുടെ ഈ ദിനത്തിൽ, ഈ നോമ്പുകാലത്ത് ഒരുക്കം പ്രാപിച്ച് ദൈവശക്തി പ്രാപിച്ച് ഈ അധ്യായത്തിലൂടെ ബലം പ്രാപിക്കുവാൻ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്കും തമ്പുരാൻ കൃപ നൽകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ആവരിച്ചു കൊള്ളണമേ.
അത്ഭുത കൃപയെ ആവരിച്ചു കൊള്ളണമേ. കർത്താവേ, രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. ശത്രു സൈന്യത്തിൽ നിന്ന് പലതരത്തിലുള്ള ശത്രുപീഡനം ഏൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളിലിരിക്കുന്നവർക്കൊരു വിമോചനം കൊടുക്കണമേ. പരിശുദ്ധാത്മ ശക്തിയോട് നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു മൂലം തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.